ഇശൽ ചായ എന്ന് പറഞ്ഞ ചായയാണ് അദ്ദേഹം ട്രൈ ചെയ്തത്. അത് ഏകദേശം ഒരു 50ഓളം തവണ ഞാൻ ട്രയൽ ചെയ്തതിന് ശേഷമാണ് ആ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നെ ആ ചായയുടെ ജിന്ന് ഉള്ളിൽ കയറിയെന്ന് എനിക്ക് തോന്നുന്നു. മിക്ക ചായകളും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ശരിയാവാറുണ്ട്. 500 ടൈപ്പ് ചായ ഉണ്ട്. ഞാൻ ആദ്യം ചെയ്തത് ഇശൽ ചായയാണ്. അതിനുശേഷം ചെയ്തത് ഹണി റോസ് ഉണ്ട്. ഹണിയും റോസ് പെറ്റൽസും വെച്ചിട്ട് കുറച്ച് വേറെ ചേരുവകളും ചേർത്തിട്ട് അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ചായയാണ്. പിന്നെ ഒരു HOTK എന്ന് പറഞ്ഞിട്ട് ഒരു ചായ ചെയ്തിട്ടുണ്ട്. അന്ന, സിട്രസ് ബ്ലോസം, ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളതുണ്ട്, ഹെർബ്സ് വെച്ചിട്ടുള്ളതുണ്ട്, സ്പൈസസ് വെച്ചിട്ടുള്ള പല കാറ്റഗറി ഉണ്ട്. അതുപോലെ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള പഴം വെച്ചിട്ടൊരു ചായ ചെയ്തിട്ടുണ്ട്. പഴവും 5 ചേരുവകളും ചേർത്തിട്ട് ഒരു ചായയുടെ വെർഷൻ, പഞ്ചാമൃതത്തിന്റെ ചായയുടെ വെർഷൻ ചെയ്തിട്ടുണ്ട്. പാലിൽ തന്നെ നമ്മൾ നല്ലൊരു പാൽ ചായ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അബദ്ധം പറ്റിയിട്ടായിരിക്കും പാൽ ചായ പലപ്പോഴും കിട്ടാറ്. പാൽ വേഷന്റെ പേര് നെയ്യുള്ളി ചായ. അതായത് ഉള്ളിയിൽ കുറച്ച് ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ട് അതും കൂടി ചേർത്ത് വഴറ്റിയിട്ട് നെയ്യുള്ളി ചായ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു സ്പെഷ്യലാണ്. പിന്നെ ഒരു പിങ്ക് കളറിൽ ഉള്ള ഒരു പിങ്ക് കിസ് എന്നാണ് ചായയുടെ പേര്. പാല് ഒഴിച്ചത് തന്നെ പല വെറൈറ്റി ചായകളിൽ പരീക്ഷണങ്ങൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ബ്ലാക്ക് ടീയിലാണ് കുറച്ച് പരീക്ഷണങ്ങളുള്ളത്. പക്ഷേ മിൽക്ക് ടീയിലും ഞാൻ കുറച്ച് പരീക്ഷണം നടത്തി. ഏകദേശം ഒരു 150 പരം മിൽക്ക് ടീ എന്റെ കളക്ഷൻ ഉണ്ട്.